മൈ ഡിയർ കുടിയിൽ ലേഡീസ്, ഞാൻ ഷീജായ കേട്ടോ. ഒരു കാര്യം പറയാനായിട്ടോ മെസ്സേജ് ഇടുന്നത്. നമ്മൾ എപ്പോൾ ഫോൺ എടുത്ത് വിളിച്ചാലും അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഫോണിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ സൈബർ കുറ്റവാളികളുടെ കാര്യങ്ങൾ നമ്മളോട് എപ്പോഴും പറയും. കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുമെങ്കിലും ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് രാവിലെ ഒരു കോള് വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം നമ്പറാണ് വന്നത്. അപ്പോൾ ആരാന്നറിയുമ്പോൾ തന്നെ നമ്പർ എടുത്തപ്പം ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് വിളിക്കുന്നത്, അതായത് ഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഫോൺ 2 മണിക്കൂർ കൊണ്ട് എൻ്റെ നമ്പർ അവർ കട്ട് ചെയ്ത് കളയും. കാരണം എൻ്റെ പേരിലുള്ള എൻ്റെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് മഹാരാഷ്ട്രയിലുള്ള നാസിക്കിലുള്ള ഒരാൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് വേറൊരു ഫോൺ നമ്പറിൽ കുറേ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ അഡ്രസ്സൊക്കെ കൊടുത്തേക്കണത് എൻ്റെയാണ്, എൻ്റെ ആധാർ കാർഡിലെയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നാസിക് പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടാവും, നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്താ ഇംഗ്ലീഷിലാണ് അവർ പറയണത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. വേറെ ഒരു നമ്പറിലേക്ക് കണക്ട് ചെയ്ത്. അപ്പോൾ അയാൾ പറയേണ്ടത് പോലീസ് ഓഫീസറാണ്, നിങ്ങളുടെ നമ്പർ എൻ്റെ പേരിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 20ഓളം കേസാണ് ഈ നമ്പറിൽ നിന്ന് വന്നേക്കണേ. എൻ്റെ ഫോൺ നമ്പർ അല്ല, അത് വേറൊരു ഫോൺ നമ്പറിലാണ് വന്നേക്കണേ. പക്ഷേ ആധാർ കാർഡിൽ എൻ്റെ ബേസ് കാര്യങ്ങളാണ് അതിൽ ഉപയോഗിച്ചേക്കണതെന്നും പറഞ്ഞുകൊണ്ട് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു മഹാരാഷ്ട്രയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോസിബിൾ അല്ല, എന്താ ഇവർ വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് കറക്റ്റ് അല്ല എന്നുള്ളത്. കാരണം ഇവർ പറയണതിൽ നമുക്കൊരു സംശയവും തോന്നില്ല, നമുക്ക് ശരിക്കും ടെലികോളിങ്ങിന് വന്നതുപോലെ തന്നെ ഇവർ വന്നത്. അപ്പോൾ തന്നെ ഞാൻ സനീക്കാനെ വിളിച്ച്, സനീക്ക വന്നിട്ട് പറഞ്ഞു വീഡിയോ കോൾ ഞാൻ നിന്നില്ല കേട്ടോ, വീഡിയോ കോൾ എടുത്തില്ല. ഒരു പേര് ചോദിച്ചു, വാട്സപ്പ് നമ്മൾ വിളിച്ച നമ്പറിൽ വാട്സപ്പ് അല്ലേന്ന് ചോദിച്ചു. വാട്സപ്പിൽ അപ്പം തന്നെ അവർ കോൾ ചെയ്തു, വീഡിയോ കോൾ പോലീസ് ഓഫീസറാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ മോശമുള്ള ഒരു എസ് ഐ നമ്മൾ അറിയുന്നുണ്ട്. പുള്ളി അപ്പം തന്നെ പുള്ളി പറഞ്ഞു ഒരു കാരണവശാലും നിന്റെ മോൻ കാണിക്കരുത് എന്ന്. സനീക്ക കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ സനീക്ക വീഡിയോ കോൾ എടുക്കാൻ എന്നെ ഫോണിൽ കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടോ എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ ആ വീഡിയോ കോൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമായേനെ എനിക്ക്. ഒന്നാമത്തിൽ നമ്മുടെ മുഖം കിട്ടിക്കഴിയുമ്പോൾ അവർ കഴിഞ്ഞ ദിവസം പായ്പ്രയിലെങ്ങാണ്ട് ഒരു പെണ്ണിൻ്റെ 17 പവനോളം വിറ്റ് ആ പെണ്ണ് പൈസ കൊടുത്തു എന്നാണ് പറഞ്ഞത്. കാരണം വീഡിയോ കോളിൽ അവർ നമ്മുടെ ഫോട്ടോയുടെ കൂടെ വേറെ ആണുങ്ങളുടെ ഫോട്ടോ ചേർത്ത് വൃത്തികേടുണ്ടാക്കി FB-യിലിടും. പിന്നെ നമ്മളോട് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ചോദിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ അവരെടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരുപാട് കേസായി. അതുകൊണ്ട് ശരിക്കും ഞാൻ രാവിലെ ടെൻഷൻ തോന്നിയില്ല, എന്നാലും കുറച്ച് നേരം അവരോട് സംസാരിച്ചപ്പോഴാണ് കള്ളത്തരാന്ന് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലത്തെ ഫോൺ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മളോട് പറയും ഹോസ്പിറ്റലിൽ നിന്നാന്ന് പറയും, ചിലപ്പോൾ ടെലികമ്മ്യൂണിക്കേഷനിൽ നിന്നാന്ന് പറയും, വാട്ടർ അതോറിറ്റിയിൽ നിന്നാന്ന് പറയും, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാന്ന് പറയും. ഏതിന്ന് വന്നാലും നിങ്ങൾ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നി അപ്പം തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. അവരോട് സംസാരിക്കാനും നിൽക്കണ്ട കേട്ടോ. ഇപ്പോൾ അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ഏത് രീതിയിൽ വേണമെങ്കിൽ അവർ നോക്കും. അവർ മെയിൻലി ആ പോലീസ് പറഞ്ഞത് ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ബേസ് ചെയ്ത് വന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട് പെണ്ണുങ്ങൾ കൊടുക്കാനാണ്. ഇപ്പോൾ രാവിലെ എനിക്കിങ്ങനെ ഒരു കോൾ വന്നുകൊണ്ട് എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടിരുന്നു. സാധാരണ നമ്മൾ ഫോണിൽ വരുമ്പോൾ നമുക്ക് വലിയ വിലയൊന്നുമില്ല, ഇത് നമുക്ക് ശല്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ അതിൻ്റെ എന്താണെന്നുള്ളത് ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു.